പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗം പറയുക. തിങ്കളാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം. കർത്താവ് വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പേരിൽ ജയിലിലേക്ക് കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥലസംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവെ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവെ, കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലെ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകൊക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഈശോയെ, ചെറിയ പൊടിച്ചാളുകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഈശോയെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസേനി സ്വാമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാൾ നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളെ പ്രാഗ് ജീവിക്കുന്ന വീടുകളുണ്ട്. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. കൃപാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പ് നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ വഴി പെശകൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവെ, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവെ, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളെ കൊടുക്കട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളെ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ. അവിടെ ഫീസ് വിട്ട് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല അരുവിയുണ്ട്. സാധാരണ അരുവിയുണ്ട്, അസാധാരണ അരുവിയുണ്ട്. ഈ അസാധാരണ അരുവിയാണ് എപ്പോഴും ഭയങ്കര അൻസറബിളാകണത് ദൈവത്തിരുസന്നിധിയിൽ. അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്ന് ഇന്നലത്തെ പോലെ ഇന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇന്നത്തിരി വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ അരുവി ഡിഫറൻ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരുവി ഡിഫറൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആയിരിക്കരുതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാപുസ്തകം 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. കാലേബ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഈ നൂനിൻ്റെ മകൻ ജോഷുവയില്ലേ, ജോഷുവ കുറേ പേരെ സമറിയയിലേക്കും അതിനെ കാനാൻ ദേശത്തേക്ക് വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാനാൻ ദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? നമ്മളവിടെ ചെല്ലുമ്പോൾ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്നു കളയുക. അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ്, പാളയത്തിൽ പേടിയായി. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ്, ജോഷുവ പറഞ്ഞു, ഒരു 4-5 പേരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും. സ്പൈ ചെയ്യാൻ. ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തുറച്ചു നോക്കുക എന്നല്ല അർത്ഥം. സ്പൈ ചെയ്യാനാണ് പറയണത്. രഹസ്യമായി ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല, അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും. സ്പൈ ചെയ്തിട്ട് വന്നു വെച്ചുകൊണ്ടല്ലോ ഈ പോയവരും വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബോധം കെടുത്തി കളഞ്ഞു.
അയ്യോ, അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു 80 കിലോനുണ്ട്. അവരുടെ ഒറ്റ മുന്തിരിക്കൊല 80 കിലോനുണ്ട്. 2 പേര് അവിടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കൊല തണ്ടേ കാവിക്കൊണ്ടുകൂടെ കണ്ട് അതൊരു 80 കിലോ വരും. അത്രയും വലിയ രാക്ഷസരായ മനുഷ്യരവിടെ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നുമല്ല. ഇത് നടക്കണ കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് പറയും അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗമുണ്ട്. അനാർക്കിൻ്റെ സന്തതികൾ ഞങ്ങളവിടെ കണ്ടെന്ന് പറയാം. അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 അടി 9 അടി വരെ പാർട്ടിയാണ്. അവരെ കണ്ടെന്ന് പറയുമ്പോൾ ഇതോടുകൂടി സപ്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച്. അപ്പം കലേബ് പറയും, എന്ത് അനാർക്കായാലും ശരി, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും. ഇത് വിശ്വാസം തന്നെയല്ല, ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര. അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം. അല്ല, നിങ്ങൾ വിശ്വാസമുണ്ട്, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസമുണ്ട്, ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന, നീ പേടിക്കുന്ന വ്യക്തികൾ, നീ പേടിക്കുന്ന സംഭവങ്ങൾ, നീ പേടിക്കുന്ന, ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോവുകയാണ്, പക്ഷേ നിനക്കറിയാം പേടിയാണ്. നീ ഒരു ബാങ്കിൽ പോവുകയാണ്, മാനേജർ നിനക്ക് പേടിയാണ്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിനക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അടിക്കണം തളർന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിച്ച് കുടിക്കുന്നു, ഒരു കയ്യാൻ കളയാം. പക്ഷേ കലേബ് എന്താ പറയണത്? ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ എത്തിയിരിക്കണത്, അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. എന്തൊരു വിശ്വാസം! അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് ഡിഫറെൻറ്റ്. അതായത് വചനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം. അതായത് കലേബിനെ നയിച്ച ആ രൂപി ഡിഫറെൻ്റാണ്. അതായത് അത് വിശ്വാസത്തെക്കാളും വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും. നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും, വില്ലേജ് ഓഫീസ് ആയിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ നീ പറയണം, കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരും. ഓക്കെ. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാം. ഇതിന്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യം, ഒരൊറ്റ വചനം ഭയങ്കരമായൊരു വചനമാണ്. ഈ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതായത് നീ നടക്കേണ്ട വഴി, അത് നീ ചെയ്യേണ്ട ബിസിനസ്, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, എവരിത്തിങ് ഇതിനകത്തുണ്ട്. അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയണത്. നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, അത് XY, സ്ത്രീയോ പുരുഷനോ ആരായിക്കൊള്ളട്ടെ. അപ്പോൾ നീ വെക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ചെയ്യേണ്ട ജോലി, എല്ലാം എന്താണ്? നീ നടക്കേണ്ട വഴി. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് മുഖതാവിൽ ഉപദേശിക്കാമെന്ന് പറയണത് വെച്ചാൽ നേരെ നമ്മുടെ മുഖത്തോട് മുഖം തിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അതായത് നമ്മളോടിങ്ങനെ ആഭിമുഖ്യത്തോടു കൂടി, നമ്മളറിയാമല്ലോ, ഒരു ബൈപേഴ്സൺ റിലേഷനായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ പരിശുദ്ധാത്മാവിനോട് നീ ചോദിച്ച് വാങ്ങിക്കേണ്ട സംഭവമാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാവിനെക്കുറിച്ച് വല്ലാത്തൊരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. അതായത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി പാടായിട്ട് തോന്നും, അയ്യോ ആത്മീയ ജീവിതം ഭയങ്കരമാണല്ലോ എന്ന് അല്ല, ഭയങ്കര സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന് വായിച്ചോളൂ. സഹായകൻ, അതായത് ഞാൻ അയച്ചു തരുന്ന സഹായൻ പിതാവിൻ്റെ സഹായകനാണ്. അപ്പോൾ നമ്മൾ ഈ സഹായകൻ എല്ലാ കാര്യത്തിലും സഹായിക്കും നമ്മളെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന.
സുവിശേഷം 14 അധ്യായം 26 തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14 അധ്യായം 26 വാക്യം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യണത്. ഒന്ന്, നമ്മളെ സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സഹായം കിട്ടും, എല്ലാ മേഖലകളിലും. പിന്നെ എന്താണ്, ഒരു കാര്യം സീരിയസ് ആയിട്ട് അതായത് അനുസ്മരിപ്പിക്കുക. അത് ഭയങ്കരമായ, അതായത് നമ്മളുടെ ദൈവമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കാര്യം ഈ അനുസ്മരണമാണ്, ഓർമ്മ. നമുക്ക് ഓർമ്മയില്ലെന്നല്ല, പക്ഷെ സമയത്ത് ഓർക്കത്തില്ല, അതാണ് വിഷയം. സമയത്ത് ഓർക്കത്തില്ല, ഓർമ്മയുണ്ടാകും. പക്ഷേ അതെന്താ, അത് ഞാൻ ദിവസം നോക്കിയിരുന്നേ, ഓർമ്മയല്ല പ്രശ്നം, സമയത്ത് ഓർക്കണം. അത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഒരിക്കൽ ഞാൻ ഡൽഹി പോയി, ഒരു മുൻ മന്ത്രിയുമായിട്ടാണ് പോയത്. നമ്മുടെ അവിടുത്തെ ഒരു മിനിസ്റ്ററിനെ കാണാൻ പോയതാണ്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് കേട്ട് തിരിച്ചു പോരുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഞങ്ങൾ മുറിയിൽ ഒരുമിച്ച് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേരള ഹൗസിൽ താമസിക്കണം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ പഴയ മുൻ മന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സഹായിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇന്ന് 3 മണിക്കാണ് നമ്മൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 3 മണിക്ക് 2 മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി വിമാന ടിക്കറ്റ് കണ്ട് 3 മണിക്ക് നമ്മളവിടെ എത്തുകയാണ്, ഇവിടെ കൊച്ചിയിലേ. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത്? 10 മണിക്കാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത് 8 മണിക്ക്. ഇപ്പോൾ എത്ര മണി? 7:30 മണി. മാതാവേ, അവിടുന്ന് ഒരു ഓട്ടമാണ് ഓടണത്. അവിടെ നിന്ന് ഓടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ചിരിക്കും. ഞാൻ വിമാനത്തിൽ എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യയിലെ ഏതാണ്ട് നമ്മുടെ ഈ മറ്റേ അല്ലേ ജെറ്റ് എയർവേസ് കയറി നിൽക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രി ബനിയന് വേണ്ടി നിൽക്കണം എൻ്റെ അടുത്ത്. കാര്യം ഷർട്ട് ഇടാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് പുള്ളിയുടെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഈ 3 ദിവസം താമസിച്ചതല്ലേ, അതൊക്കെ എടുത്ത് വാരി വെച്ചാണ് ഓടണത്. ഓടി വിമാനത്തിൽ കയറി നോക്കുമ്പോൾ പുള്ളിയുടെ 2 സഞ്ചി കൂടുതൽ. അപ്പോൾ ഒരു 2 സഞ്ചി ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് വിമാനത്തിൽ നിൽക്കുകയാണ്. അത് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കണ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കും അതിനെക്കുറിച്ച്, എന്തൊരു സംഭവമാണെന്ന്. അതായത് സമയത്ത് ഓർക്കാത്ത കൊണ്ട് വേണ്ട സമയം ഓർത്ത് നമ്മൾ, പക്ഷേ സമയത്തല്ല ഓർത്തത്. അതാണ് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ സമയത്ത് ഓർക്കണം. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഓർപ്പിക്കും. അത് എത്രയോ പേർക്കാണെന്ന് ഈ അനുഭവം ഉള്ളത്. ദൈവമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്നേരത്തെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നറിയാം. രണ്ടാമത്തത് നമ്മളത് ഓർപ്പിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും, നമുക്ക് പല വിചാരവും പല ജ്വരവും ഒക്കെ അല്ലേ മനുഷ്യന്മാർക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ ഓർത്താൽ മാത്രമേ നമ്മൾ അത് സമയം കഴിഞ്ഞ് ഓർത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടക്കേണ്ട വഴികള് ഞങ്ങളെ ഉപദേശിക്കുന്ന പോലെ തന്നെ യോഹന്നാൻ 14:26 പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് ഓർമ്മയായി സഹായമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. അതങ്ങനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, നടക്കേണ്ട വഴികൾ ഉപദേശിക്കണമേ, കർത്താവേ ആശീർവദിക്കണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് പ്രാർത്ഥനയുടെ ഉടമസ്ഥ അവകാശം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈ ഓർമ്മ പോലെ അതിന് സഹായം കിട്ടേണ്ട പോലെ ഒരു സാധനമാണ്, ഒരു വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഉടമസ്ഥ അവകാശമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടനെ ദൈവം നമ്മളോട് ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കത്തില്ല. ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥത അവകാശം ഉണ്ടാകത്തുള്ളൂ, ഓണർഷിപ്പ്. ആ പ്രാർത്ഥനയുടെ മേലെ സീൽ വേണം ശരിക്കും. അതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ചില സമയത്തൊക്കെ കളക്ടറിൻ്റെ അടുത്ത്, ഞാനൊക്കെ ഒരു ബസ് സർവീസിൻ്റെ കാര്യത്തിന് എറണാകുളം കളക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, കളക്ടറുണ്ട്. വൈകുന്നേരം 5 മണിയായി. 5 മണിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പെർമിറ്റ് ചെയ്തു തരാൻ എന്നോട് സന്തോഷമാണ്. ഞാൻ പ്രീസ്റ്റ് ആയതുകൊണ്ട് പുള്ളി എന്നെ അത് മാനിച്ച് അദ്ദേഹം പെർമിറ്റ് എഴുതാൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു, ഫാദർ സോറി, നാളെ രാവിലെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. എന്താണ്, എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് പോയിരിക്കുക, അതുകൊണ്ട് ഓഫീസ് സീലല്ല അവരാ വെക്കേണ്ടത്. അപ്പോൾ കളക്ടറാണെങ്കിലും നമ്മൾക്ക് തരുന്ന പെർമിറ്റിൽ സീല് വേണം. അതെൻ്റെ ഓഫീസിൻ്റെ മുദ്രയാണ്, അതോറിറ്റിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രെയർ ചെയ്യുമ്പോൾ ഒരു സീല് നമ്മളത് വേണം. നമ്മളുടെ ഓഫീസിൽ ഒരു സീല് വേണം, ദൈവത്തിൻ്റെയും ഒരു സീല് വേണം. 2 സീല് വേണം നമ്മുടെ പ്രെയറിന്. ഒന്ന് നമ്മളുടെ സ്വന്തം സീല്. കാര്യത്തെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രാർത്ഥന ആക്ച്വലി ഐ മീൻ ഇറ്റ്, ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടിത്. പല ആൾക്കാരും കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തസിസ് അംബിഗ്വസ് ആയിട്ട് പോകും. പ്രെയറിന് വരുന്ന ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നും കിട്ടില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുക, ഇങ്ങനെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. കിട്ടിയില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുമോ മനുഷ്യന് എന്നതിന് ഒക്കട്ടെ. ഇതുപോലെയുള്ള ഈ അഴകുഴമ്പം പ്രാർത്ഥനകളാണ് പണി മേടിക്കുന്നത്. ഇപ്പോൾ പ്രെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് മുമ്പ് ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യത ഉണ്ടാകണം. കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രത്യേകിച്ച് ഹയർ നമ്മൾ ഈ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ ഹയർ അതോറിറ്റിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചു വാരി വയ്യാവേരി സംസാരിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് കാര്യങ്ങളാണ്. അതിന് വിതിൻ നോ ടൈം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രൊഫഷണലിസം അതാണ് എൻ്റെ. നമുക്ക് അല്ലെങ്കിൽ അവർ തന്നെ പിയൂൺ വന്ന് നമ്മളെ പൊക്കി മാറ്റും, ഓഫീസിൽ മാറ്റും. ആ ടൈം കഴിഞ്ഞു നമ്മളുടെ. ആ ടൈം ഒരു ഭയങ്കര സീരിയസ്. അതുപോലെ തന്നെയാണ് ദൈവദൃശ്യനിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് തിരിച്ച് ചോദിക്കും നമ്മൾ, ആക്ച്വലി ഡു യു മീൻ ഇറ്റ്? ഇതിനകത്ത് പണി കിട്ടിയ ആൾ ശബരിപുത്രന്മാരുടെ അമ്മയാണ്. ശബരിപുത്രന്മാരുടെ അമ്മ യു ടേക്ക് ദാറ്റ് പാസേജ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും ഒരു മകൻ വലതുവശത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രെയർ വെക്കും. പക്ഷേ അപ്പോഴും ഈശോ എന്താ ചോദിക്കണത്? അതായത് മർക്കോസിൻ്റെ സുവിശേഷം 10:38, മർക്കോസിൻ്റെ സുവിശേഷം 10:38 വാക്യം വായിച്ചോളൂ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്നാ ചോദിക്കണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ രൂപപ്പെട്ട് വന്നത്. ശബരിപുത്രന്മാർക്ക് അമ്മയ്ക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വയം ഉണ്ടായിട്ടുള്ള ഒരു സ്വയംകൃതമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഒരു സമ്മർദ്ദ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദങ്ങൾ എന്ന് വെച്ചാൽ എന്താ കാര്യം വെച്ചാൽ പത്രോസിന് തലേ ദിവസം താക്കോൽ കൊടുത്തതാണ് പ്രശ്നമായത്. അപ്പോൾ പത്രോസ് താക്കോൽ കൊടുത്തപ്പോൾ ഈ ശബരിപുത്രന്മാർ ഇടിവെട്ട് പാട്ട്, അല്ല പേര് തന്നെ ബൊനർഗസ്, ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. എവിടെ ചെന്നാലും ഇടിവെട്ട് പരിപാടിയെ കാണിക്കത്തുള്ളൂ. അതാണ് ആ സമരക്കാരെ കൊല്ലാനൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം അതാണ്. കാര്യം അവിടെ കയ്യിരിപ്പതാണ്. അതിന് പറ്റിയ അമ്മയുമാണ് അവർ. അപ്പോൾ മക്കൾക്ക് പറ്റിയ അമ്മക്ക് പറ്റിയ മക്കളാണ്. പക്ഷെ വലിയ കുഴപ്പക്കാരല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിവാശിയായിട്ട് നിൽക്കണമല്ല, അങ്ങനെ കർത്താവ് എടുക്കത്തില്ലല്ല. പക്ഷേ തങ്ങൾക്കൊന്നും കുറഞ്ഞു പോകരുതെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവിടെ പണിയായി, ആപ്പാട് താക്കോലുണ്ടായിരുന്നൊക്കെ പത്രോസിന് കൊടുത്തെന്ന് കേട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേടത്തി വിറഞ്ഞ് തല്ലിക്കിട്ട് വരണത്. അപ്പോൾ കർത്താവിനോട് പറയും, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്നും പറഞ്ഞുകൊണ്ട്
കർത്താവ് ഒരു കൺഫ്യൂഷനും ഇല്ല 10 ദിവസത്തിനാണ് ഇവിടെ പറഞ്ഞത്. അത് ചേടത്തി ആ സാധനം ഈശോ അത് പറഞ്ഞെങ്കിലും ചേടത്തി അതിനൊരു പുല്ല് വില കൊടുത്തത്. പിന്നെ താക്കോൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകന് ഞാൻ മേടിച്ചിരിക്കും, വേറെ വിഷയം അതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് പറയും. അവർ 10 ദിവസം കൊടുത്തത് മേടിച്ചതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന്. അവരുടെ വരവ് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അവർ വരണത്. അവർ പറഞ്ഞ താക്കോൽ ഒരെണ്ണം ഉണ്ടായത് കൊടുത്തു പോയെന്ന്, അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. ഇവിടെ താക്കോൽ ഒരെണ്ണം അവിടെ അങ്ങനെ വല്ല പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് എൻ്റെ മകനും ഒരെണ്ണം കിട്ടണം. ഒന്ന് കിട്ടിയാൽ പോലെ, എനിക്ക് 2 മക്കളാണ് ഉള്ളത്, അവനെയും കൊടുക്കണം ഒരെണ്ണമെന്നും. അപ്പോൾ ഇവർ എടുത്തി പാവപ്പെട്ടവൾ ഒരു സിമ്പിൾ ലേഡിയാണ്. അവർ സിമ്പിൾ ലേഡിയാണ്. കാര്യം അവരങ്ങനെ ഇതെല്ലാം ഒരു ഉപദ്രവകാരിയല്ല. കാര്യം ഉപദ്രവകാരിയാണെങ്കിലേ അവർ സമ്പത്ത് വിറ്റ് കർത്താവിന് കുറേ പൈസ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈശോയുടെ ഈ ശിഷ്യന്മാർക്ക്. അതാണ് അവർക്ക് അത്രയും വിറയണതിൻ്റെ കാര്യം. സലോമി എന്ന ഇവരുടെ പേര്. സലോമി അങ്ങനെ വരണത് വെറുതെ വന്നതല്ല. സലോമിക്ക് ഇവിടെ കുറച്ച് ക്ലെയിംസൊക്കെ ഉണ്ട്. കുടുംബ വസ്തുവൊക്കെ വിറ്റ സമയത്തെ അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളിവിടെ നിൽക്കണ കാരണം അവർ കർത്താവിൻ്റെ ആ ഒരു സമൂഹത്തിന് വേണ്ടി പൈസ ഉദാസനെടുത്ത് തന്നെ ഇരിക്കണത്, അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് കൊടുക്കാനുള്ളത് സലോമി കൊടുത്തതാണ്. പക്ഷേ ഇപ്പം കിട്ടാനുള്ള കാര്യം വന്നപ്പോൾ തെങ്ങും ചാരി എന്നവൻ മണ്ണുങ്ങളായിരുന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ 10 ദിവസം സംഭവം കൊണ്ടുപോയി. ഇതാണ് ചേടത്തിക്ക് വിറഞ്ഞത്. ചേടത്ത് നേരെ വന്നിട്ട് പറയും, എൻ്റെ ഒരു മകൻ ഇവിടെ ഇന്നലെ ആണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, രാജ്യം സ്ഥാപിച്ചെന്ന് താക്കോൽ കൊടുത്തെന്നൊക്കെ പറയുന്നത് ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണം. അപ്പോൾ എന്താണെന്നുള്ളതൊരു പിടി കിട്ടിയിട്ടില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതാണ് ഈശോ ചോദിക്കുന്നത്. നീ എന്താണ് ചോദിക്കണതെന്ന് നിനക്ക് തന്നെ അറിയാവോ? എന്താണ് 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചേടത്തിക്ക് അറിയത്തില്ല എന്താണ് ചോദിക്കണതെന്ന്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൈവദർശനെ പല കാര്യങ്ങളും ചോദിക്കും, പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യം ശരിക്കും നമ്മളത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. ഉടമസ്ഥത, പ്രാർത്ഥനയുടെ ഉടമസ്ഥത ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ 2 വീട്ടിൽ ഒരു മകനുണ്ടെന്ന് വിചാരിച്ചു, വേറെ ആരുമില്ല, അപ്പനും അമ്മയും ഉണ്ട്, അവിടെ വീട്ടിൽ താമസിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? എല്ലാവരും 2-3 നില വീടൊക്കെ വെക്കണം, വെറുതെ വെക്കണേ വീടൊക്കെ. 3 നിലയെന്ന് പറയണത് 2 നില തുടങ്ങിയിട്ട് എൻജിനീയർമാരത് 3 നിലയാക്കി കൊടുക്കും അവർക്ക്. അത് കുഴപ്പമില്ല. ഒരു 10-50 ചാക്ക് സിമെൻറ്റും ഒരു 500 കിലോ കമ്പി ഇറക്കിയ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. എവിടെ? അങ്ങനെയാണ് അവർ പറയണത്. നമുക്കിത് 3 നിലയൊക്കെ എന്താ കുഴപ്പമിരിക്കണം? 10-50 ചാക്ക് സിമെൻറ്റ്, ഒരു 500 കിലോ കമ്പി ഉണ്ടെങ്കിൽ സംഭവം കുറച്ച് പണിക്കൂലി ഉണ്ടെങ്കിൽ പണി തീരുമെന്ന് പറയും. അപ്പോൾ പക്ഷേ എന്തിനാ പറയണത്? 2 നില കഴിഞ്ഞാൽ ബാക്കി സാധനം ആണ് ഇത്. അപ്പം അത് 3 നിലയാക്കി കൊടുക്കും. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയെങ്കിലും വീട് വെക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫയൽ ചോദിക്കുമ്പോൾ പറയും, ഞാൻ വെച്ചതാണ് അവിടെ കാണുന്ന ആ ജംഗ്ഷനിലുള്ള വീട്, ആ 3 നില വീട്. അപ്പോൾ 3 നില വീടെന്ന് പുള്ളിയുടെ ബയോഡേറ്റ കൂട്ടാൻ വേണ്ടി നമ്മൾ ദുർവിനിയോഗിക്കുകയാണ്. എഞ്ചിനീയർമാരുടെ പലയിടത്തും അങ്ങനെ ചെയ്യണത്. അത് അങ്ങേരുടെ ഫോറോളിയോ, അതായത് അങ്ങേരുടെ റെസ്യൂം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബാങ്കുകാരുടെ കൊണ്ടുപോയി നമ്മളെ ചേടിച്ചിട്ട് ഈ തേനീച്ചക്കുള്ള പരിപാടിയൊക്കെ കാണിക്കും. അതായത് ആറ്റക്കിളിക്കൊരു പരിപാടിയുണ്ട്. ഈ മിന്നാമിനുങ്ങ കയറി പിടിക്കും. മിന്നാമിനുങ്ങനെ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദ്യമേ ആറ്റിപ്പോയി കൊക്കിൽ ചെള്ള എടുക്കും. ചെളി എടുത്തിട്ട് ഈ ആറ്റക്കൂടിനകത്ത് ചെള്ള ഒട്ടിച്ച് വെക്കും. ഇത് മിന്നാമിനിങ്ങനെ പിടിച്ചിട്ട് രാത്രി മിന്നാമിനിങ്ങിൻ്റെ തല കൊണ്ടുവന്ന് ചിലയിടത്ത് പൂത്തി വെക്കുന്നു. അപ്പോൾ മിന്നാമിനിങ്ങനെ പുറകിരുന്നുകൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. ഈ പരിപാടി പല ആൾക്കാരും കാണിക്കും. അവരവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി അവരുപയോഗിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മകനേ ഉള്ളവിടെ അല്ലെങ്കിൽ താമസിക്കാനുള്ളത്. അപ്പോഴേ ഇത് 3 നില വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പകിട്ട് തോന്നും. 3 നിലയാണ് താഴേക്ക് എടുത്ത് നിൽക്കുക. പക്ഷേ പഞ്ചായത്തുകാർ പറയും, ഉടനെ പഞ്ചായത്തുകാർ പറയും, പിന്നെ പഴയ കാര്യമല്ല, ഇപ്പോൾ പുതിയ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്തല്ല കോർപ്പറേഷനാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കിഡ്നി അടിച്ചുകൊണ്ട് പഞ്ചായത്തുകാർ പോകും. എന്താ സംഭവം? നമ്മളൊക്കെ കോർപ്പറേഷൻ അല്ല, അടിപൊളി സൂപ്പർ പരിപാടിയല്ലേ എന്ന് വെച്ചാൽ ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ ടാക്സ് അതിൻ്റെ ഇരട്ടി കൂടി 3 നിലക്കുള്ള. അതായത് ഇവിടെയെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല ഇത്. ഇങ്ങനെ അക്കടികൾ മനുഷ്യനെ പറ്റിക്കൊണ്ടേയിരിക്കും. കാര്യം മനുഷ്യന് വാനിറ്റി ഉണ്ട്. വാനിറ്റി, അതായത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഈ സാധനത്തിനാണ് ലോകാരൂപി എന്ന് പറയുന്നത്. ലോകാരൂപി. അപ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല, 3 നിലയെങ്കിൽ 3 നില പോരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അതൊക്കെ മൗനസമ്മതം കൊടുക്കുമ്പോൾ ഇതിൻ്റെ വരുന്നൊരു വിഷയം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് നമ്മുടെ അവയവം വിറ്റാലും പോലും കാശ് തീരാത്ത രീതിയിലുള്ള ടാക്സ് വരും.
കാര്യം അതിൻ്റെ എന്ത് സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടൈൽസാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഗ്രാനൈറ്റാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അനുസരിച്ച് ടാക്സ്, അതനുസരിച്ച് സ്ലാബ് വരണത്. അപ്പം കാശ് മിച്ചമുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ചെയ്ത് വെക്കണത്. കുറേ കാശ് മിച്ചമുള്ള ആൾക്കാർ, അത് അവർക്ക് അല്ലെങ്കിൽ ടാക്സ് പ്രോബ്ലം ഒക്കെ ഉള്ളവർ, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അവർ വീട് തന്നെ വെക്കും. അപ്പോൾ ബിസിനസ്സുകാരൊക്കെ ചെയ്യും. ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. കാര്യം അവർ വേറെ രീതി ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഗിമിക്ക് കാണിക്കാതെ ബിസിനസ് പൈസ കയ്യിലുണ്ടെന്നൊന്നും അറിയത്തില്ല. അല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബിസിനസ്സിന് പകരം. പക്ഷേ വെറുതെ നിൽക്കുന്ന, അവനവരുടെ ജോലി അനുസരിച്ച് വെറുതെ നിൽക്കുന്നവന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ റിസെപ്റ്റിവിറ്റി എന്നും ഒരു സംഭവമുണ്ട്. പ്രാർത്ഥനയിലുള്ള സംഭവമാണ് റിസെപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ സ്വീകാര്യക്ഷമത, ദൈവ അനുഗ്രഹത്തിൻ്റെ സ്വീകാര്യക്ഷമത. ദൈവ അനുഗ്രഹം, ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാലും നമുക്ക് സ്വീകരിക്കാനുള്ള പാത്രം നമ്മുടെ കയ്യിലുണ്ടാകത്തില്ല. അതാണ് റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 14:17 യോഹന്നാൻ്റെ സുവിശേഷം 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഈ ലോകം അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക്. ഇപ്പോൾ ഈ 3 നില വീടിൻ്റെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വേറെ ആരും ഇതുപോലെ ഈഫൽ ഗോപുരം വെക്കരുത്, അങ്ങനെ പല ഐഡിയയാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത്. ഇനി ഇവിടെ ആരെല്ലാം വിളിച്ച് കാനഡയിലും അമേരിക്കയിൽ എവിടെ പോയാലും ശരി 3 നില വീട് ഈ നാട്ടിൽ വെക്കരുത്. ഞാൻ തന്നെ വേളുകൃഷ്ണൻകുട്ടിയുടെ കഥാപാത്രം, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ഈ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പം നിങ്ങൾ മറ്റേ ആ ചേടത്തിയോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ചോദിക്കണതെന്ന്. ദാറ്റ് മീൻസ് പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവരെടുക്കണില്ല, അവർക്കില്ല. കാര്യം അവർക്ക് അറിയത്തില്ല അവരെന്താണ് ചോദിക്കുന്നതിനെക്കുറിച്ച്. 18:30 അതാണ് 10:38 മർക്കോസിൻ്റെ സുവിശേഷം 10:38 അതാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവർക്കില്ല. അവരുടെ പേരിലല്ല ആ പ്രാർത്ഥന. ഇപ്പോൾ തന്നെ ശബരി പുത്രന്മാരുടെ അമ്മയുടെ ആ പ്രാർത്ഥന അമ്മയുടെ പേരിലല്ലല്ലോ. പത്രോസിന് താക്കോൽ കൊടുത്തതിൻ്റെ പേരിലുണ്ടായിരുന്ന സമ്മർദ്ദ വിഷയമാണ്. സമ്മർദ്ദ വിഷയം വരുമ്പോൾ വരുന്ന വിഷയം എന്ന് വെച്ചാൽ അത് ഫിലിപ്പിയർ 2:3 വാക്കുണ്ട്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വീട് വെക്കണ കാര്യം മാത്രമല്ല, കല്യാണമുണ്ട്, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, പഠനമുണ്ട്, യാത്രയുണ്ട്, വീടുണ്ട്, സ്കൂൾ, അത് നമ്മുടെ വസ്ത്രമുണ്ട്, ചെരിപ്പുണ്ട്, എല്ലാം. പള്ളിയിലൊക്കെ വന്ന ആൾക്കാർ എന്താ നോക്കണത്? പുതിയ ബ്രാൻഡ് ഏതാണെന്നല്ല നോക്കണം, ചെരുപ്പേരൊക്കെ നോക്കണത്. ചെരുപ്പ് കാണാനുമില്ല. ഇപ്പോഴത്തെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ നമ്മൾ ചെരുപ്പ് കാണത്തില്ല. എല്ലാ പള്ളിയിലും ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇരുന്ന പള്ളിയിലൊക്കെ. അതാണ് ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കത്തില്ലേ, ആത്മരക്ഷയ്ക്ക് വന്നപ്പോൾ പാദരക്ഷയും കൊണ്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം. കാര്യം ആൾക്കാർ നല്ലത് നോക്കി എടുക്കുകയാണ്. ഇത്രയേ ഉള്ളേ ഈ ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ. റിസെപ്റ്റിവിറ്റി അത്രയേ ഉള്ളൂ. പള്ളി കവാടത്ത് വരുമ്പോൾ തന്നെ ഒരു മെച്ചമായ സാധനം കാണുകയാണെങ്കിൽ ആ സാധനം പിന്നെ കാണത്തില്ല. നമ്മൾ എല്ലാവരും ഒന്നല്ല, 1-2 പേരൊക്കെ ആ ടൈപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസെപ്റ്റിവിറ്റി ഒരു പ്രശ്നമാണ്. അതായത് ഒന്ന് പ്രാർത്ഥനയുടെ ഉടമസ്ഥത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അഥവാ ലഭിക്കാൻ പറ്റിയ കാര്യങ്ങളെ ചോദിക്കാവൂ. ആ ചേർത്ത് ചോദിച്ചത് ലഭിക്കാൻ പറ്റിയ കാര്യമല്ല. അതാണ് ഈശോ ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ചേർത്ത് നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയയും ഇല്ലല്ലോ. അവരെ ഉടമസ്ഥയില്ല. കാര്യം ഇത് മത്സര പ്രാർത്ഥനയാണത്. കാര്യം ഇന്നലെ എന്തോ സംഭവിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ 10 ദിവസം താക്കോൽ കൊടുത്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ മത്സര ബുദ്ധിയോട് കൂടുവെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ വീട് വെക്കണ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും വ്യർത്ഥ അഭിമാനം തന്നെ ഉണ്ട്. നല്ല അഭിമാനമുണ്ട്. കാര്യം ദൈവത്തെ മുൻനിർത്തി അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. 1 കൊറിന്ത്യൻസ് 1:31 എന്താണ് ഏറ്റു പറഞ്ഞ്? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥ അഭിമാനം. ദൈവത്തിലാണ് അഭിമാനിക്കണം നമ്മൾ. അതുകൊണ്ടാണ് അല്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ അഭിമാനത്തെക്കുറിച്ച് പറയുന്നത് വ്യർത്ഥ അഭിമാനം എന്നാണ്. ബൈബിൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് വ്യർത്ഥാഭിമാനം. അതുപോലെ തന്നെ വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, തർക്കങ്ങൾ വെച്ചാൽ വ്യർത്ഥം വെച്ചാൽ അർത്ഥം എന്താണ്? അർത്ഥം ഇല്ലാത്തതെന്ന് എൻ്റെ അർത്ഥം അല്ലേ? വ്യർത്ഥം, അർത്ഥമില്ലാത്തത്.
അപ്പോൾ പല കാര്യങ്ങളും ചില തർക്കങ്ങളൊക്കെ ഇല്ല. ചില ആൾക്കാരൊക്കെ രാത്രിയും പകലും എന്നാണ് തർക്കിക്കണ കാലം. അപ്പോൾ ചില ആൾക്കാർ പോയി ഉറങ്ങും. എന്താ കാര്യം? ഇതിൽ കഥയൊന്നുമില്ലെന്ന്. കഥയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണ, കോഴി കാർക്കിക്കണ പോലെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ തർക്കിക്കും. മോഡിയാണ് വലുതെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറയും അല്ല മറ്റേ പുട്ടിനാണ് വലുത്. ഇവർക്കെല്ലാം വേണ്ടത് ദൈവത്തെ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കുകയല്ല, പക്ഷേ ഭൂമിയിലെ രാജാക്കന്മാർ ആരായാലും അവർ ദൈവങ്ങളല്ലല്ലോ, ശരിക്കും ദൈവമല്ലല്ലോ. അപ്പോൾ അവരാരായാലും ശരി, ഇപ്പം ചില പറയും ഈ എളിയ ജീവിതം, ഇപ്പോൾ കേജ്രിവാളിൻ്റെ അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഇട്ട് സാധാരണ മനുഷ്യപ്പ് നടക്കുമ്പോൾ അത് അങ്ങേരാണ് വലുത് എന്ന് പറയും. അപ്പോൾ മോഡി നല്ല ഷർട്ട് വാങ്ങിച്ച് നടക്കുമ്പോൾ അത് മോശമാണെന്ന് പറയും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ അവരുടെ അണികൾ ഓരോരുത്തരും അവരുടെ നേതാക്കന്മാരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. ഇതിനാണ് വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കരുതെന്ന് ബൈബിൾ പറയണത്. കാര്യം വ്യർത്ഥമായ കാര്യങ്ങൾ അഭിമാനം കൊള്ളുക, വ്യർത്ഥമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ നമ്മളുടെ ഈ യുക്രൈൻ പിടിച്ചെടുക്കണത് കൊണ്ട് പുള്ളിയുടെ കാലം തീരാൻ പോവുകയാണ്, പുടിൻ്റെ കാലം. അപ്പോൾ അതൊക്കെ മുമ്പ് യുക്രൈൻ പിടിച്ച് ഇതിൻ്റെ ഭാഗമാക്കിയെടുക്കുക. യുക്രൈൻ മൊത്തം കിട്ടത്തില്ലെങ്കിലും കുറച്ച് ഭാഗം എടുത്ത് വെക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യർത്ഥാഭിമാനത്തിലാണ് ഈ മനുഷ്യൻ ആയിരങ്ങളെ കൊന്നു കൂട്ടണത്. അതുകൊണ്ടാണ് ചിലർ പറയണത് ഇത് ഭ്രാന്താണെന്നൊക്കെ പറയാൻ കാര്യതാണ്. നമ്മുടെ ഇന്ത്യൻ മീഡിയ ഒന്നും പുടിനെ പറയാത്തതിൻ്റെ കാരണം നമുക്ക് നയതന്ത്ര ബന്ധം കുറേ കൂടിയ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് കൂടുതലായതുകൊണ്ടാണ് ഇന്ത്യൻ മീഡിയ ഈ വിഷയത്തിൽ. പക്ഷേ ഒത്തിരിയേറെ ഈ അവസാന കാലങ്ങളിൽ ആവശ്യമില്ലാത്ത അടിച്ചേൽപ്പിച്ച യുദ്ധത്തിൽ ഒത്തിരിയേറെ പാവപ്പെട്ടവർ മരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷയം അറിയണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീലങ്ക അതിലെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് കുറേ കടം ചോദിച്ചിട്ട് 7,000 കോടി രൂപ കഴിഞ്ഞ ദിവസം കൊടുത്തു. കാര്യം അവിടുത്തെ അപ്പോൾ തുറമുഖം നമുക്കത് കുറച്ച് ലീസിനെ കിട്ടുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് തർക്കങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വേറെ ഒരു ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ ശ്രീലങ്കയിലെ ആൾക്കാർ വലിയ AK-47 ഇട്ട് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ കയറി അവിടെയും ഇവിടെ ആലപ്പുഴയും ട്രിവാൻഡ്രത്തും കാസർഗോഡൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും വെടിവെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ചേട്ടനെ അപ്പനെയൊക്കെ അവർ ശ്രീലങ്കക്കാർ വെടിവെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ? ജീവിതം കൊണ്ട് ഓടിപ്പോകത്തില്ലേ? കാറിക്കൂവിയത്തില്ല. ഇത് തന്നെയാണ് യുക്രൈനിലെ സ്ഥിതി. യുക്രൈൻ എന്ന് പറഞ്ഞ ആ കുഞ്ഞു രാജ്യത്ത് ഈ വലിയ രാജ്യക്കാർ വന്നിട്ട് ബോംബ് വെക്കുകയാണ്. സ്വന്തം അപ്പനൊക്കെ മരിച്ചു വീണ സ്വന്തം മകളൊന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ച നോക്കി ആര് സഹിക്കും ഇത്? നമ്മൾ യുക്രൈന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ആൾക്കാരുടെ ഫീലിംഗ് എന്താണെന്ന് അറിയണം. കാര്യം അപ്പുറത്തെ രാജ്യത്തുള്ള ആൾക്കാരെ ഒരു സുപ്രഭാതത്ത് വലിയ AK-47 പീരങ്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള വീടൊക്കെ അടിച്ചു പൊളിക്കണം, പള്ളിയൊക്കെ പൊളിക്കണം. നമ്മളവിടെ സമാധാനം നിന്ന് ജീവിതത്തിൻ്റെ അടുത്ത അതിർത്തിയിലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാതെ നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ കൊലവിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാരകീയ കിരാതമായ സംഭവം ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിലൊക്കെ നടക്കുന്ന കാട്ടുനീതി. ഇപ്പം ചില ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ, ഒരു പുലി പിടിക്കുമ്പോൾ അത് ആനിമൽ പ്ലാനറ്റിൽ കാണുമ്പോൾ ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് കാറത്തില്ലേ? അതിനേക്കാൾ എത്രയോ 10,000 മടക്കിന് കിരാതമായ സംഭവങ്ങളല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഈ സമയത്ത് ഒന്ന് ഓർക്കണം. അവിടുത്തെ കുഞ്ഞുങ്ങളെ പപ്പ മരിച്ചായിട്ട് അറിയാതെ കിടന്ന് ഉറങ്ങണ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഭക്ഷണം ഇപ്പോൾ കൊണ്ടുവരുന്നത് കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. തമ്മിൽ കണ്ട് പിരിയാനായിട്ട് ദിവസങ്ങളായിട്ട് കാണാത്ത അമ്മയും മക്കളുണ്ട്. അവരൊക്കെ ബാങ്കേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥ, ആ നാരക പിശാച് താണ്ഡവമാടുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ എത്രയും വേഗം അവിടെ എത്തി യേശുവിൻ്റെ ശക്തി ആ മേഖലയെ പ്രസരിച്ച് തിന്മ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യുക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മാനസാന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നായാട്ട് പോലെയുള്ള മനുഷ്യ വേട്ടകൾ മധ്യസ്ഥത കൽപ്പിക്കുന്ന സമാധാനത്തിലൂടെ തിരിച്ചു വരട്ടെ. അവർക്ക് നഷ്ടപ്പെടலாம் തിരിച്ചു കിട്ടിക്കൊണ്ട് സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ.